ഇന്ന് നമുക്ക് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. സോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: വെള്ളം, ചപ്പാത്തി മാവ്, ഉപ്പ്, എണ്ണ. ആദ്യം നമ്മൾ ഈ വെള്ളം അടുപ്പിൽ വെച്ച് ചൂടാക്കി ആ ചൂട് വെള്ളത്തിൽ വേണം നമ്മൾ ഈ മാവ് കുഴയ്ക്കാൻ. എന്നാലേ മാവ് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇപ്പം നമുക്ക് വെള്ളം ചൂടാക്കാം. നമ്മൾ നേരത്തെ തിളയ്ക്കാൻ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ തിളച്ച വെള്ളത്തിന് ഈ ചപ്പാത്തി മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തിളച്ച വെള്ളത്തിന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനായ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ ചൂട് വെള്ളത്തിന് തന്നെ ചപ്പാത്തിയിൽ നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് അത്യാവശ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഡഫ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയും ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചപ്പാത്തി കുഴച്ച് നമ്മൾ തൊടുമ്പോൾ കയ്യിലൊട്ടാത്ത പരുവം വരെ നമ്മൾ കുഴച്ച് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു മണിക്കൂർ മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ ചപ്പാത്തി 1 മണിക്കൂറിൽ കുറച്ച് സോഫ്റ്റ് ആവുന്നതായിരിക്കും. 1 hour മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ ഡഫിനെ എടുത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഉരുട്ടാം. അങ്ങനെ നമ്മൾ ചപ്പാത്തിയുടെ മാവ് പെർഫെക്റ്റ് ബോൾസ് ആയിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഉരുട്ടി വെച്ച മാവിനെ ഇനി പരത്തിയെടുക്കാം. ആദ്യമായിട്ട് ആ ബോൾസിനെ ഇങ്ങനെ ചപ്പി കൊടുത്തിട്ട് 2 സൈഡ് മാവ് തേച്ച് കൊടുക്കാം. അപ്പോൾ അത് താഴെ ഒട്ടൂല. എന്നിട്ട് ഇതിനെ അങ്ങനെ വെച്ച് പരത്തി കൊടുക്കാം 2 സൈഡ്. നമുക്ക് ഒട്ടുവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ മാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തി കുറച്ച് വലുതാവുന്നത് വരെ, നമ്മുടെ സൈസ് ആവുന്നത് വരെ നമ്മൾ പരത്തി കൊടുക്കുക. 2 സൈഡ് മാറ്റി മാറ്റി ഈക്വലായിട്ട് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് എല്ലാ ചപ്പാത്തി ബോൾസും ഇതുപോലെ അങ്ങ് പരത്താം. ബോൾസൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ചപ്പാത്തി ചുടാനായിട്ട് പാന് ചൂടാക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് പൊള്ളി വരുമ്പോഴത്തേക്കും നമുക്ക് മറിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ഡഫ് ഉണ്ടാക്കിയപ്പോഴേ എണ്ണ ചേർത്ത് കൊടുത്തോണ്ട് ഇപ്പം നമ്മൾ എണ്ണ ചേർക്കുന്നില്ല. ഇപ്പം നമ്മുടെ ചപ്പാത്തി റെഡിയാണ്. അങ്ങനെ നമ്മളുടെ ചപ്പാത്തി റെഡി.